വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് മുൻപിൽ തന്റെ ജീവിതം സമർപ്പിച്ചു. തന്റെ ശരീരവും ആത്മാവും വിശുദ്ധമായ ഒരു ബലിയായി ദൈവമായ യേശുവിനെ പിറക്കുവാനായിട്ട് ജീവിതം സമർപ്പിച്ചു. നല്ലൊരു ആരാധന. നമ്മുടെ നാഥനും കർത്താവും ദൈവവുമായ ഈശോ പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുവാൻ വേണ്ടി കുരിശിൽ ചുമക്കാനും പീഡ ഏൽക്കാനും കുരിശിൽ മരിക്കാനും തയ്യാറായി. കുരിശിൽ കിടന്ന് പിടയുമ്പോൾ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇതിൽ നിന്നും എടുത്തു മാറ്റണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ബലി നടത്തി. തന്റെ ശരീരത്തെയും ആത്മാവിനെയും പിതാവിന് പ്രീതികരമായ വിധത്തിൽ സമർപ്പിച്ചു. ഇത് തന്നെയാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പാപികളും ബലഹീനരുമായ ഞാനും നിങ്ങളും ഇനി മുതലെങ്കിലും നമ്മുടെ ശരീരങ്ങളെയും മനസ്സിനെയും ആത്മാവിനെയും പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ ക്ഷമിച്ച് തെറ്റിയതങ്ങൾ മാപ്പൊക്കെ ചോദിച്ച് സ്നേഹത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന് നല്ല ഒരു ബലിയായിട്ട് കാഴ്ചയായിട്ട് അർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ആരാധന. നമ്മുടെ സമ്പത്തിനും നമ്മുടെ ദാനധർമ്മങ്ങൾക്കും അപ്പുറത്ത് ഏതെങ്കിലും ഒരു പാപം ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ചൈതന്യം, കൃപ നമ്മുടെ ജീവിതത്തിന്റെ മേൽ നടത്തും. കണ്ണുകൾ അടച്ച് ഈ ഗാനത്തോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. ഇരുൾ മൂടിയ എരിയുന്ന ഒരു ദീപമായി, ഇരുൾ മൂടിയ പ്രകാശം നൽകുന്ന ഒരു ദീപമായി എന്റെ ഈ ചെറിയ ജീവിതത്തെ അവിടുന്ന് മാറ്റണമേ. എന്റെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുവാനും അത് ഏറ്റുപറഞ്ഞ് ആത്മാവും മനസ്സും ശരീരവും വിശുദ്ധമായ ഒരു ബലിയായി അങ്ങേക്ക് സമർപ്പിക്കുവാനായിട്ട് എന്നെ അവിടുന്ന് ഏറ്റെടുക്കണമേ. പാപം നിറഞ്ഞ ജഡത്തിന്റെ ആസക്തി കൂടിയ എന്റെ ഈ ശരീരത്തെ അങ്ങേക്ക്